നമ്മുടെ ഈ കരുനാഗപ്പള്ളി സാഹിത്യോത്സവത്തിലെ ഒരു വേദിക്ക്, ഈ വേദിക്ക് കാലം എന്നാണ് പേര്. മറ്റൊരു വേദിക്ക് പേരിട്ടിരിക്കുന്നത് ഞാൻ എന്നാണ്. ഞാൻ എന്ന് പേരിടാൻ കാരണം മലയാളത്തിലൊരു വലിയ നാടകാചാര്യനുണ്ടായിരുന്നു, ശ്രീ NN പിള്ള. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് ഞാൻ എന്നാണ്. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിനുള്ളൊരു സമർപ്പണം എന്നുള്ള നിലയിലാണ് ആ വേദിക്ക് ഞാൻ എന്ന് പേരിട്ടിരിക്കുന്നത്. ആ മഹാനായ നാടകാചാര്യൻ്റെ മകനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏകദേശം 45 വർഷമില്ലേ? 42 വർഷം. 42 വർഷം മുമ്പ് സുറുമയിട്ട കണ്ണുകൾ എന്നുള്ള സിനിമയിൽ ഒരു റൊമാൻറ്റിക് നായകനായിട്ട് വന്നിട്ട് പിന്നെ പരുക്കൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെ ഇപ്പം കീഴടക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു നടന വിസ്മയമാണ് വിജയരാഘവൻ. ഞങ്ങളൊക്കെ കുട്ടേട്ടൻ എന്ന് വിളിക്കും. അതുകൊണ്ട് ഞാൻ ഇനി വിജയരാഘവൻ എന്ന് പറയില്ല, കുട്ടേട്ടൻ എന്ന് വിളിക്കും. എന്നേക്കാളൊക്കെ 10-30 വയസ്സ് കൂടുതലുണ്ടെന്ന് തോന്നുന്നില്ല. പ്രായം ആദ്യം തന്നെ വെളിപ്പെടുത്തണം. വേണ്ട. ഞാൻ എന്നുള്ള ആത്മകഥ മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും മികച്ച ആത്മകഥകളിൽ ഒന്നാണ്. ആ ആത്മകഥയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എൻ്റെ സ്വന്തം അച്ഛനെ പറ്റിയാണ് എന്ത് അഭിപ്രായം പറയണമെന്ന് ചോദിക്കുന്നത്. ഇത്രയും സത്യസന്ധമായി 100% ധൈര്യത്തോടെ ഒരു മലയാളത്തിൽ രചിക്കപ്പെട്ട ഒരു ആത്മകഥയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കുറച്ച് ആത്മകഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് എനിക്കും ഈ ഒരു രീതിയിൽ പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആത്മകഥകളൊന്ന് അച്ഛൻ്റെ ആത്മകഥ തന്നെയാണ്. എന്നുവെച്ചാൽ വളരെ സത്യസന്ധമാണ്. ഒന്നിനെയും മറയ്ക്കാതെ ജീവിതത്തെ പച്ചയായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വലിയ ക്യാൻവാസാണത്. അത് നമുക്കൊരു വിഷ്വലുണ്ട്. വെറും വാക്കുകൾ കൊണ്ട് എഴുതുകയാണെങ്കിലും ഒരു കാഴ്ച വായനക്കാരൻ്റെ അനുവാചകൻ്റെ മനസ്സ് സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ട്. ആ വാചക ഘടനയും ആ വാക്കുകൾ പ്രയോഗിക്കുന്ന രീതിയും പിന്നെ ഈ ഞാൻ പറഞ്ഞ ഒരു സത്യസന്ധത, ജീവിതത്തോടുള്ള സത്യസന്ധത, അതൊക്കെ പ്രകടമാകുന്ന ഒരാത്മകഥയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കുട്ടേട്ടനെ ഞാൻ ചെറുപ്പം തൊട്ടേ കാണാറുണ്ട്. ചെറുപ്പം തൊട്ടേ കാണാറുള്ളത് വേദിയിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം ആണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നാടക ട്രൂപ്പിൽ അഭിനയിക്കാറുള്ളത്. അച്ഛൻ, അമ്മ, പെങ്ങൾ, മകൻ, മകൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഇവരുടെ നാടകങ്ങൾ രൂപപ്പെടാറുള്ളത്. ആ നാടകങ്ങളൊക്കെ ഞാൻ കുട്ടിക്കാലം മുതലേ കാണാറുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആരാധ്യരൂപം ശ്രീ NN പിള്ളയായിരുന്നു. കാപാലിക എന്നുള്ള നാടകം 5 തവണയൊക്കെ അച്ഛൻ പോയി കണ്ടിട്ടുണ്ട്. പിൽക്കാലത്ത് ഇത് അവതരിപ്പിച്ചപ്പോഴാണ് ഞാൻ പോയി കണ്ടത്, അച്ഛൻ പറഞ്ഞിട്ട്. ഇപ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ ഈ ഫോളി ഡോൾ എന്നുള്ള നാടകമൊക്കെ കാണുമ്പോൾ അന്ന് ചെറിയ ട്രൗസറിട്ട ഒരു കുട്ടിയാണ് ഈ കുട്ടേട്ടൻ. അങ്ങനെ കുടുംബത്തിൽ നിന്ന് തന്നെ നാടകം അവതരിപ്പിക്കുമ്പോൾ, കുടുംബത്തിൽ നിന്ന് തന്നെ നാടകം ഉണ്ടാകുമ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ എങ്ങനെയാണ്? എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ പോലെ വീട്ടിൽ നാടകമുണ്ട്. നാടകം എന്നൊരു ചെറിയ വീടാണ്. ഒരു ചായ്പ് എന്ന് പറഞ്ഞാൽ ഒരു കഷ്ടിച്ചൊരു 7 അടി 8 അടി വീതി ഉണ്ടാകും, ഒരു 10-12 അടി നീളം ഉണ്ടാകും. അങ്ങനത്തെ ഒരു ചായ്പ്. അതിനകത്ത് തന്നെ റിഹേഴ്സൽ. പിന്നെ ഈ സ്റ്റേജിൽ എങ്ങനെ ഈ നാടകം എത്തി എന്നുള്ളത് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും. ഇത്രയും ചെറിയ സ്ഥലത്ത് റിഹേഴ്സൽ ചെയ്തിട്ട് വലിയ സ്റ്റേജിലായിട്ട് എങ്ങനെയാണ് അത് പറിച്ചു നട്ടത് എന്നുള്ളത്. ആ അത്ഭുതം സൃഷ്ടിക്കാൻ അച്ഛൻ അസാമാന്യ കഴിവുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞു നാടക കുടുംബം എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഞാനൊരിക്കലും ആകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, ആയിപ്പോയതാണ്. മലേഷ്യയിലായിരുന്നു, ഇവിടെ നാട്ടിൽ വന്നു. ഇതിനിടയ്ക്ക് നാടകങ്ങളൊക്കെ എഴുതുമായിരുന്നു, പക്ഷേ ഇത് പ്രൊഫഷൻ ആകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ന് പറയും. അങ്ങനെ നാടക ട്രൂപ്പ് 52-ലാണ് തിരുവനന്തപുരത്ത് VJT ഹാളിൽ വള്ളത്തോളാണ് വിശ്വകേരള കലാസമിതി ഉദ്ഘാടനം ചെയ്ത്, വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത്. അന്നത്തെ ആദ്യത്തെ നാടകം റിയാങ്ക നാടകമായിരുന്നു. ഒരു കഥാപാത്രം മാത്രമുള്ള, അത് അച്ഛൻ തന്നെ അഭിനയിച്ചത്. അതൊരു നാടകം എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക ആശയം
പ്രേക്ഷകരിൽ എത്തിക്കാൻ പറ്റുന്ന അത് ഒരു ഒരു ഡാൻസും എല്ലാം കൂടെ, ഡാൻസല്ല അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റും ഒക്കെ ആയിട്ടുള്ളൊരു അവതരണ രീതിയായിരുന്നു. ആദ്യവും മനുഷ്യൻ്റെ വളരെ പ്രിമിറ്റീവായിട്ടുള്ള കാലം മുതൽ പുതിയ യുഗത്തിലേക്കുള്ള മനുഷ്യൻ്റെ ഒരു പ്രയാണമാണ് എൻ്റെ പ്രമേയം. ആ നാടകമാണ് ഞാൻ ആദ്യം കണ്ടത്. അന്ന് ഞാൻ ആദ്യം നാടകം കാണുമ്പോൾ കർട്ടൻ പൊങ്ങുമ്പോൾ കാടിളക്കി വരുന്ന ഒരു വലിയ രൂപത്തിനെയാണ് കാണുന്നത്. ഞാനൊരൊറ്റ കരച്ചിലായിരുന്നു. അതാണ് എൻ്റെ നാടകത്തിനുള്ള ആദ്യത്തെ പ്രതികരണം. ഭയപ്പാടോടുകൂടി കരഞ്ഞ് കണ്ട ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വിഷ്വലായിരുന്നു നാടകം. അച്ഛനങ്ങനെ പിന്നീട് അത് കളിച്ചു എന്ന് പറയാൻ പറ്റില്ല. പിന്നീട് ഒരു 56-57 കാലത്താണ് അലറുന്ന അസ്ഥികൂടം നാടകം. അതാണ് പ്രൊഫഷണലായിട്ട് കളിക്കാൻ തുടങ്ങിയത്. അന്ന് കോട്ടയത്ത് വെച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വിളക്ക് കത്തിക്കണം. അപ്പോൾ അങ്ങനെ പിന്നെ അച്ഛൻ തന്നെ കൂടെ ഒരു പയ്യനുണ്ട്, ഒരു VS ആചാരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പയ്യനായിരുന്നു അന്ന്. അദ്ദേഹത്തോട് നീ കത്തിച്ചാൽ മതി വിളക്ക്. അപ്പോൾ വിളക്കില്ല. ആ വീട്ടിൽ ഈ പൂജാകർമ്മം നടക്കുന്ന വീട്ടിലാണ്. അപ്പോൾ അവിടെ വെച്ചാണ് ആ വിളക്ക് കത്തിച്ചു. പിന്നെ എന്തൊക്കെ ആരൊക്കെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആരുടെയോ കാല് തട്ടി ആ വിളക്ക് ഒടിഞ്ഞു താഴെ വീണ്. അതായിരുന്നു വിശ്വകേരള സമയത്ത് തുടക്കം. ആ ഒടിഞ്ഞ വിളക്ക് ഉടനെ തന്നെ വിളക്കില്ലാത്തത് ആ വീട്ടുകാർ ഭയങ്കര പ്രശ്നമുണ്ടാക്കി. അതായത് അവരുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് കത്തിക്കുന്ന വിളക്കാണ് ഒടിഞ്ഞത്. അപ്പം അച്ഛൻ ആ പടം ഇല്ലാതായി. കൈ കാശുമില്ല വിളക്ക് വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പം തന്നെ ഈ കൂടെയുള്ള രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളിനെ അച്ഛൻ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ പുള്ളി വീട്ടിൽ വന്ന് വീട്ടിൽ മുത്തശ്ശി കത്തിക്കുന്ന വിളക്ക് എടുത്ത് കൊടുത്തു. ആ വിളക്ക് അവിടെ തിരിച്ചു കൊണ്ട് കൊടുത്തു. അവരുടെ പിണക്കം മാറ്റി. അങ്ങനെയാണ് കലാസമിതി ശരിക്കും തുടങ്ങുന്നത്. പിന്നെ ഈ നടീനടന്മാരൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെന്ന് പറഞ്ഞു, അന്ന് നടികളെ കിട്ടാനില്ല. ചിലപ്പോൾ 2 നാടകം അഭിനയിക്കും. അവർ പല നാടകങ്ങളിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ആ നാടകത്തിന് പോകും. സ്ഥിരം ട്രൂപ്പൊന്നും അല്ലല്ലോ. അപ്പോൾ ആളില്ലാതെ വന്നപ്പോൾ എൻ്റെ അമ്മ അഭിനയിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ചിറ്റയെ അഭിനയിച്ചു. ആ ചിറ്റ അത് എൻ്റെ സിസ്റ്റർ പിന്നെ ഈ നാടകം താല്പര്യത്തോടു കൂടി ഒന്ന് അഭിനയിച്ചത്. പിന്നെ ഞാൻ അഭിനയിക്കുന്നു. പക്ഷേ അച്ഛൻ അന്ന് കണ്ടെത്തിയ ചിറ്റയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുള്ള ഏറ്റവും വലിയ നടൻ അല്ലെങ്കിൽ നടി. ഓമന. ശരിക്കും ഞാൻ പിന്തുടരുന്ന അഭിനയ രീതികളും എനിക്ക് ഭയങ്കര ഡിഫറെൻ്റായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള പ്രചോദനവും എനിക്കുള്ള ഒരു അതിൻ്റെ ചില ടെക്നിക്സ് ഉണ്ട്. ചിറ്റ ഉപയോഗിക്കുന്ന ചില ടെക്നിക്സ് അത് നമുക്ക് കണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. അല്ല, അങ്ങനെ ചില ഒരു കഥാപാത്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന അല്ലെ കഥാപാത്രത്തെ നമ്മളിലേക്ക് എത്തിക്കുന്ന ചില രീതികളുണ്ട് ചിറ്റയുടെ. അത് അത്ഭുതകരമാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ നടന്നുള്ള രീതിയിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ടൊക്കെ എൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആക്ടർ ചിറ്റയാണ്. പിന്നെ അച്ഛൻ തീർച്ചയായിട്ടും ബാക്കിയുള്ള നാടകത്തിനെ പറ്റി സങ്കേതങ്ങളും കാര്യങ്ങളും ഒക്കെ അച്ഛനിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. അച്ഛനാണ് എല്ലാം. പക്ഷേ ചിറ്റ ഒരു അത്ഭുതകരമായ കഴിവുള്ള ഒരു നടിയാണ്. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ എല്ലാവരും അതിനകത്ത് വന്ന് പെട്ടതാണ്. അല്ലാതെ മനഃപൂർവ്വം ഒരു കുടുംബത്തെ മുഴുവൻ നാടകത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവങ്ങളല്ല. ജീവിക്കുക, അതിനെ അതിജീവിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ നാടകവും അച്ഛൻ്റെ ജീവിതവും നാടകവും തിരിച്ചറിയാൻ മേലാത്തൊരവസ്ഥയിലായി. അത്രമാത്രം നാടകത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരുന്നു അച്ഛൻ. ഒരിക്കലും ഒരു ദൈവവിശ്വാസിയായിരുന്നില്ല. പക്ഷേ ഒരു ദൈവവിശ്വാസിക്ക് ഉള്ളതിനേക്കാളും വലിയ വിശ്വാസം നാടകത്തിനോടായിരുന്നു. ഒരു ദിവസം പോലും നാടകം തെറ്റാനോ ഒരു ഡേറ്റ് തെറ്റിക്കാനോ, എത്ര അസുഖം വന്നിട്ട് പോലും ഒരുപാട് അസുഖങ്ങളുണ്ട്. ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള അസുഖങ്ങൾ വന്നപ്പോഴും സ്വയം ഇഞ്ചക്ഷൻ എടുത്തിട്ട് പെത്തഡിൻ എന്ന് പറഞ്ഞ മരുന്ന് വേദന സംഹാരി കുത്തിവെക്കും. എന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. നാടകം മുടക്കിയിട്ടില്ല. അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിരുന്നു അച്ഛൻ. അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഇരിക്കുന്ന ഞാനും. ഒരുപാട് നാടകങ്ങൾ NN പിള്ളയുടേതായിട്ടുണ്ട്. കുട്ടേട്ടന് ഏത് നാടകമാണ് ഈ കാലത്ത് വീണ്ടും കാണാനോ അവതരിപ്പിക്കാനോ ആഗ്രഹം? അച്ഛൻ്റെ ഈശ്വരൻ അറസ്റ്റിൽ നിന്ന് നാടകമുണ്ട്. ഈശ്വരൻ അറസ്റ്റിൽ എന്നാണ് നാടകത്തിൻ്റെ പേര്. അത് ഇന്നത്തെ കാലത്ത് എങ്ങനെ അവതരിപ്പിക്കുന്ന എനിക്കറിയില്ല. അവതരിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായ ആഗ്രഹമുള്ള നാടകമാണ്. ഗോഡ് ഫാദർ എന്നുള്ള സിനിമയിൽ അച്ഛൻ്റെ കഥാപാത്രം, അതാണ് പുതിയ തലമുറ അച്ഛനോ കാണുന്നത് 500 എന്നുള്ള കഥാപാത്രത്തിലൂടെയാണ്. ആ സിനിമയിലെ കുട്ടിയോടെ അഭിനയിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഞാനില്ല. അതിൽ സങ്കടമുണ്ടോ? ഇല്ല.
അതിലെ അച്ഛൻ്റെ അഭിനയത്തെക്കുറിച്ചുള്ളൊരു വിലയിരുത്തൽ എങ്ങനെയാണ്? എങ്ങനെ? അതിലെ അച്ഛൻ്റെ അഭിനയത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ എങ്ങനെയാണ്? അത് വളരെ വ്യത്യസ്തമായ, നമ്മുടെ മലയാള പ്രേക്ഷകർക്ക് വളരെ വ്യത്യസ്തമായ അനുഭവമാണ്. ഇപ്പോഴും ആ ഒരൊറ്റ സിനിമ കൊണ്ട് പ്രേക്ഷകൻ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അച്ഛനെ അറിയുന്നത് അങ്ങനെയാണ്, അഞ്ഞൂറാനാണല്ലോ അറിയുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ നടൻ ശരിക്കും പറഞ്ഞാൽ അതല്ല, വളരെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആൾക്കാരുടെ മനസ്സിൽ ആ ആൾ അങ്ങനെയുള്ള ആൾ തന്നെയാണെന്നാണ് വിശ്വാസം. എന്നോട് ചോദിക്കാറുണ്ട് പലപ്പോഴും, ഇത് തന്നെയായിരുന്നു സ്വഭാവം വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ്. വളരെ പാവമായിരുന്നു, വളരെ ശുദ്ധനായിരുന്നു, ഒരാളെ പോലും നോവിക്കില്ല, ഒരു കുട്ടികളെ മനസ്സായിരുന്നു, ചെറിയ കാര്യങ്ങൾ മതി. അപ്പോൾ അങ്ങനെ ഒരാളായിരുന്നു. ഒരിക്കലും ആ ആളല്ല, അഞ്ഞൂറാനല്ല ജീവിതത്തിൽ. അതെനിക്കറിയാം. അച്ഛനെ ഞാൻ വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട്. അന്നാണ് ഞാൻ ആ കുട്ടിയോടനെ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ അവളശ്ശേരിയുള്ള വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമ കണ്ടുകൊണ്ട് ഞാനും എൻ്റെ കൂടെ 1-2 എഴുത്തുകാരുണ്ട്. കയറി ചെല്ലുമ്പം ആരാണ് ഇവൻ എന്ന് ചോദിച്ചു, ഈ നടനെ കൊണ്ട്. ആ നടൻ ഇന്ന് സിനിമയിൽ അങ്ങനെ ഇല്ല. ആരാണ് ഇവനെ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചിരിച്ചു. അപ്പം അന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയേട്ടൻ വന്നപ്പോൾ കുട്ടിയേട്ടനെയും വിമർശിക്കുന്നുണ്ട്. ഇവൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം. അതിൽ പറയാണ്, ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളെ ശകാരിക്കണം, നീ എന്താണ് ആ സീനിൽ ചെയ്തു വെച്ചത്? അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട്, ആ സംവിധായകൻ എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിച്ചു, വേറെ ഒന്നിനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വിമർശനാത്മകമായിട്ട് മകനോട് പറയുന്ന ഒരച്ഛൻ. അയ്യോ, തീർച്ചയായിട്ടും. അല്ല, എന്നെ ഒരിക്കലും അച്ഛൻ നീ ഗ്രേറ്റ് അല്ല നല്ല എന്ന് പറയാറില്ല. പക്ഷേ അച്ഛന് ഞാൻ ഇതൊക്കെ ചെറാടിക്കറിയ അങ്ങനത്തെ ചില വ്യത്യസ്തമായ കഥാപാത്രങ്ങളൊക്കെ അഭിനയിക്കുന്നത് അച്ഛന് ഇഷ്ടമായി. പക്ഷേ അച്ഛന് അറിയാമായിരുന്നു ഞാൻ നാടകത്തിൽ ഈ എൻ്റെ പ്രായത്തിൽ കാണുന്ന ആ രീതിയിലല്ലാതെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുമെന്ന് അറിയാമായിരുന്നു. അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നിൽ. പിന്നെ നാടകം ഡയറക്റ്റ് ചെയ്യുന്ന കാര്യത്തിലും ഭയങ്കര വിശ്വാസമുണ്ടായി. അപ്പം അതൊക്കെ കുറേ അച്ഛൻ മരിക്കുന്നതിന് മുമ്പൊക്കെ നീ പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോകുമായിരുന്നു. എന്നിട്ട് മോളി മുറിയിൽ നിന്ന് കേൾക്കും, റിഹേഴ്സൽ നടക്കാൻ നോക്കുക. എന്നിട്ട് എന്നോട് കൊള്ളാം കേട്ടോ, വല്ല വലിയ കണ്ടമാനം പുകഴ്ത്തലൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഞാൻ ഓർക്കുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഒരിക്കൽ ഈ വിശ്വകേരള കലാസമിതിയിലെ ഒരു നാടകം എൻ്റെ ഓർമ്മയിൽ, അത് കാബാലികയാണ്. കാബാലിക വരുന്നു, ഞങ്ങളൊക്കെ നാടകം കാണാൻ വേണ്ടി ഇരിക്കുന്നു. നാടകം തുടങ്ങാനുള്ള സമയം, കൃത്യസമയത്ത് തന്നെ നാടകം തുടങ്ങും. പക്ഷെ കർട്ടൻ പൊങ്ങിയിട്ട് നേരെ കർട്ടൻ്റെ മുമ്പിലേക്ക് അച്ഛൻ കയറി വരികയാണ്. അച്ഛൻ കയറി വന്നിട്ട് പ്രേക്ഷകരോട് പറയുകയാണ്, മൈക്കും സൗണ്ടും ക്ലിയർ അല്ല, നാടകം തുടങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അയ്യോ, ഞെട്ടിപ്പോയി എല്ലാവരും. തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ധൈര്യം പ്രേക്ഷകരോട് അതിന് ചോദിക്കണം. ഞങ്ങളിതാ നാടകം തുടങ്ങും, പക്ഷേ മൈക്കും ശബ്ദവും ശരിയല്ല, തുടങ്ങിക്കോ. ഉടനെ കട്ടൻ പൊങ്ങി നാടകം ആരംഭിക്കും. അല്ല, അന്നത്തെ കാലത്ത് ഈ ഇലക്ട്രിസിറ്റി പവർ കുറവായിരിക്കും, വോൾട്ടേജ്. അപ്പം അങ്ങനെ വരുമ്പോൾ ലൈറ്റും ഇട്ട് മൈക്ക് ഓൺ ചെയ്യുമ്പം കാഴ്ച വളരെ കുറവായിരിക്കും, അല്ല മൈക്കിന് കുഴപ്പമായിരിക്കും. അപ്പം ലൈറ്റ്സ് കംപ്ലീറ്റ് കുറയ്ക്കും, അപ്പോൾ കാഴ്ച കുറവായിരിക്കും. നാടകം എന്ന് പറയുന്ന 90% ശബ്ദ നിയന്ത്രണത്തിൽ കൂടെയാണല്ലോ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറയും, നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പറയുക എന്ന് വെച്ചാൽ, അച്ഛൻ നാടകം കളിക്കുമ്പം ഇവിടെ നിന്ന് നാടകം കളിക്കാൻ നിങ്ങൾ വേണേ കണ്ടു എന്നല്ല, നമ്മൾ തമ്മിലാണ്. അതാണ് അച്ഛൻ സ്റ്റേജിനെ പറ്റി പറയുന്നത്. നിൽക്കാനൊരു തറ, പിന്നിലൊരു മറ, എൻ്റെ ഉള്ളിലൊരു നാടകം, എൻ്റെ മുന്നിൽ നിങ്ങളും, നിങ്ങളില്ലാതെ നാടകമില്ല എന്നാണ്. അപ്പോൾ ആ ഒരു ഏത് പ്രദേശത്ത് എന്നാലും ശരി, ആ പ്രേക്ഷകൻ നാടകത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ള ആ ഒരു ടെക്നിക്ക് അച്ഛൻ്റെ അനൗൺസ്മെൻറ്റ് മുതലുണ്ടാവും. നാടകം അനൗൺസ് ചെയ്ത് നാടകത്തിന് മുമ്പ് സാധാരണ എല്ലാവരും പറയും, സുഹൃത്തേരെ നാടകം സമാരംഭിക്കുക, അങ്ങനത്തെ രീതിയൊന്നുമല്ല. സാധാരണ വർത്തമാനം പറയില്ല. നാടകം തുടങ്ങാറായി, അടുത്ത ബെല്ലിനോട് നാടകം തുടങ്ങും. അപ്പോൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്യണം കഴിയുന്നതും, പിന്നെ ശ്രദ്ധിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ വർത്തമാനം പറയുക. അപ്പം തന്നെ ആൾക്കാർ നാടകത്തിൽ ശ്രദ്ധിക്കും. അപ്പോൾ ഈ കഥ, ഈ പ്രേക്ഷകൻ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പ്രേക്ഷകൻ ഇല്ലാതെ നാടകമില്ല. അപ്പോൾ അത് എല്ലാ അർത്ഥത്തിലും ആ രീതിയിൽ തന്നെയായിരുന്നു നാടകത്തിനുള്ള അച്ഛൻ്റെ സമീപനം. അതുകൊണ്ട് പ്രേക്ഷകൻ അച്ഛൻ എന്ത് പറഞ്ഞാലും കേൾക്കുമായിരുന്നു. കർട്ടൻ പൊക്കിയിട്ടാലും ഇടയ്ക്ക് നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ കരഞ്ഞാൽ പറയാം, ആ കുട്ടിക്കടുത്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കൂ, പ്ലീസ്, തുടങ്ങാം. പിന്നെ തുടങ്ങും. കഥാപാത്രമായിക്കൊണ്ട് തന്നെ അതിനിടയ്ക്ക് വർത്തമാനം പറയും.
പ്രേക്ഷകർക്ക് അത് ഒരു ഒട്ടും ഒരു അഭിപ്രായ വ്യത്യാസം തോന്നാറില്ല. ഞാനൊരു നാടകം ഓർമ്മിക്കുകയാണ്, കണക്ക് ചെമ്പകരാമൻ. അതിൽ പ്രധാനപ്പെട്ട വേഷത്തിൽ കുട്ടിയോടനാണ് വന്നത്. ഓർമ്മയുണ്ടോ അതിൻ്റെ? 2 വേഷം അഭിനയിച്ചു. അതെ അതെ. ഞാൻ വേലുത്തമ്പി ദളവായിട്ട് അഭിനയിച്ചു. പിന്നെ ഒരു വേറെ ചെറുപ്പക്കാരൻ ജോലി അന്വേഷിച്ച് നടക്കുന്ന ബാലഗോപാൽ എന്ന വേഷം അഭിനയിച്ചു. അത് ആ അനുഭവം ഒന്ന് പറയൂ. ആ കണക്ക് ചെമ്പകരാമൻ അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു നാടകമായിരുന്നു അച്ഛൻ്റെത്. അത് പുസ്തക രൂപത്തിലൊന്നും ഒന്നും എനിക്കറിയില്ല. വന്നോ? അല്ലല്ല, ആ നാടകം ശരിക്കും അച്ഛൻ വളരെ മുന്നേ എഴുതിയാണ്. ഒരു 63 എഴുതിയ നാടകമാണ്. പക്ഷെ അന്ന് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായത് അതിനകത്ത്. അപ്പം ഞങ്ങളുടെ സമിതിക്ക് 8-9 നടിയടന്മാരേ ഉള്ളൂ. സ്ഥിരം നാടകമാണല്ലോ, അപ്പം കൂടുതൽ ആൾക്കാർ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പോൾ അത് അച്ഛനവിടെ വെച്ചിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അത് ചുവപ്പ് നാടകം എന്നുള്ള പേരിൽ വേറൊരു സമിതി അവതരിപ്പിച്ചായിരുന്നു. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് കണക്ക് ചെമ്പകരാമൻ നാടകങ്ങൾ. അല്ല, അത് വളരെ ഒരു ഫാൻറ്റസി, ഒരു സീൻ, ഒരു സ്വപ്ന സീൻ പോലെയാണ്. പക്ഷെ അത് ഒരു ഫാൻറ്റസിയാണ്. 2 കഥാപാത്രങ്ങൾ ഇരിക്കുന്നു. അവരുടെ മനസ്സിൽ വേലുത്തമ്പി ദളവയുടെ കാലഘട്ടത്തിലേക്ക് പോവുകയും വേലുത്തമ്പി ദളവ സെക്രട്ടേറിയറ്റിൻ്റെ വാതിക്കൽ ഉള്ള വേലുത്തമ്പിയുടെ പ്രതിമ ജീവൻ വെച്ച് അദ്ദേഹം ഇറങ്ങി വരുന്നതും ഒരു 10 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ ഭരണം ഇവിടെ നടപ്പാക്കുകയും ചെയ്യുന്നതാണ് അതിനകത്ത് ഒരു രംഗം. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട നാടകം അത്. കുട്ടിയുടെ സമീപകാലത്ത് തകർക്കുകയാണല്ലോ. 4 സിനിമകൾ ഞാൻ കണ്ടു, ഞെട്ടി. പൂക്കാലം, കിഷ്കിന്ധകാണ്ഡം, റൈഫിൾ ക്ലബ്ബ്, ഔസേപ്പിൻ്റെ ഒസ്യത്ത്. ഇതിലൊക്കെ വളരെ വ്യത്യസ്തമാർന്ന പ്രായമായ മനുഷ്യർ ആയിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്താ ഈ അനുഭവം? അല്ല, അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ അഭിനയിക്കുന്നു അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കുന്നതിൻ്റെ പ്രധാന കാരണം നാടകമാണ്. നാടകം മാത്രമാണ്. സിനിമയും നാടകം തമ്മിലുള്ള എൻറ്റയർ ഡിഫറെൻ്റ് ആയിട്ടാണ് മീഡിയയാണ്. നാടകം ഡയറക്റ്റായിട്ട് നമ്മൾ സംവദിക്കുകയാണ് പ്രേക്ഷകനുമായിട്ട്. സിനിമ ഈ പറഞ്ഞ പോലെ നമുക്ക് അന്നേരം ഒരു സർക്കിൾ റെസ്പോൺസ് ഇല്ലല്ലോ. നമ്മൾ പറയുമ്പോൾ പ്രേക്ഷകൻ ഒരു അനുഭവം ഉണ്ടായിട്ട് അവരും നമ്മളും തമ്മിലൊരു ഒരു ബന്ധം ഉണ്ടാകുന്നുണ്ട്. അത് സിനിമയിലില്ല. പിന്നെ നാടകം 90% ശബ്ദ നിയന്ത്രണത്തിൽ കൂടിയാണല്ലോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ മുഖത്തെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ വളരെ കുറച്ചല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ശബ്ദ നിയന്ത്രണം എനിക്കിപ്പോൾ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുമ്പോഴും ഒക്കെ. പിന്നെ ഈ രണ്ടും 2 സങ്കേതമാണെന്നുള്ളതും എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ വ്യത്യസ്തമായ കഥാപാത്രമൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയതൊക്കെ നാടകത്തിൻ്റെ എൻ്റെ അനുഭവങ്ങൾ കൊണ്ടാണ്. ഈ 100 വയസ്സുള്ള മനുഷ്യനായിട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? അത് ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്ന നമ്മൾ കഥാപാത്രത്തെ ഒന്നായിട്ട് കാണുന്നു. പക്ഷേ എ ക്യാരക്ടർ ഈസ് നോട്ട് വൺ ബട്ട് എ മൾട്ടിറ്റ്യൂഡ് എന്നാണ്. അതായത് ഒരു കഥാപാത്രം ഒന്നല്ല, പലതാ. ആ പല അംശങ്ങൾ പലരും നമ്മൾ കണ്ടതോ പണ്ട് കണ്ട് മറന്നതോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയോ എന്തെങ്കിലും ചെറിയ ചെറിയ അംശങ്ങൾ പലതും കൂടെ കൂട്ടി എന്നിലേക്ക് എത്തിക്കുക ചെയ്യുന്നത്. ഞാൻ കഥാപാത്രമാകുകയല്ല, കഥാപാത്രത്തെ ഞാൻ എന്നിലേക്ക് എത്തുക ചെയ്യുക. അത് എൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലായിരിക്കും. എൻ്റെ ഒരു ഇമവെട്ടൽ പോലും, എൻ്റെ ഒരു നോട്ടം പോലും, എൻ്റെ ഒരു നടപ്പോ എൻ്റെ ഒരു തിരിഞ്ഞു നോട്ടമോ എല്ലാം അത് 100% എൻ്റെ നിയന്ത്രണത്തിലാണ്. ഓരോ നിമിഷവും ഞാൻ അത് വേണോ, അത്ര വേണോ, ഇത്ര വേണോ. അതായത് നടൻ എന്ന് പറഞ്ഞാൽ നടൻ്റെ ക്യാൻവാസ് ഞാൻ തന്നെയാണ്. സൃഷ്ടി ഞാനാണ് ചെയ്യുന്നത്. സൃഷ്ടികർത്താവും ഞാനാണ്, സൃഷ്ടിയും ഞാനാണ്. പിന്നെ ഇതിൻ്റെ വിമർശകനും ഞാനാണ്. ഓരോ സമയത്തും ഞാൻ തന്നെ അത്രയും വേണോ, ഇത്രയും വേണോ, ആ വിമർശകനും ഞാൻ തന്നെയാണ്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പരിപാടിയായി അഭിനയം എന്ന് പറഞ്ഞാൽ അതൊക്കെ എനിക്ക് ഈ പറഞ്ഞ നാടകത്തിൽ നിന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസാണ്. ആരാണ് മനസ്സിലെ ഏറ്റവും വലിയ നടൻ? മനസ്സിലെ ഏറ്റവും വലിയ നടൻ ആരാണ്? ലോക സിനിമയാണെങ്കിലും മലയാള സിനിമയാണെങ്കിലും. അങ്ങനെ ഓരോരുത്തരും ഓരോന്നല്ലേ. ഇപ്പം എനിക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഗോപിച്ചേട്ടൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള നടനാണ്. ഭരത് ഗോപി എനിക്ക് വളരെ ഇഷ്ടമുള്ള നടനാണ്. നെടുമുടി വേണു, തിലകൻ ചേട്ടൻ, അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടന്മാരുണ്ട്. ഒരാളെ അല്ലാവും. പിന്നെ തിലകൻ ചേട്ടൻ ചെയ്യുന്ന റോള് നെടുമുടി വേണു ചെയ്യാൻ പറ്റില്ല. വേണു ചെയ്യുന്ന റോള് ഗോപിച്ചേട്ടൻ ചെയ്യാൻ പറ്റില്ല. ഗോപിച്ചേട്ടൻ ചെയ്യുന്ന വേഷം മമ്മൂട്ടി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയല്ലേ. അതിപ്പം ഓരോരുത്തർക്കും പറ്റുന്ന എനിക്കെല്ലാ റോളും ചെയ്യാൻ പറ്റുമോ? അത് ചിലർക്ക് നമ്മളൊക്കെ ചില പറ്റിക്കാവുന്ന സംഭവങ്ങളുണ്ട്. അതിനൊരു ഇതൊക്കെ പറഞ്ഞാൽ ഏറ്റവും
പരിമിതിയുള്ള ഒരു കലാകാരനാണ് നടൻ. അവൻ്റെ ക്യാൻവാസ് അവൻ തന്നെയല്ലേ. എൻ്റെ കൈയും കാലും കണ്ണും മൂക്കും അല്ലേ. ഇത് ഞാൻ എത്ര വ്യത്യാസപ്പെടുത്തും? ഞാനിപ്പോൾ 300 സിനിമയായി അഭിനയിക്കുന്നു. ഈ 300 സിനിമ അഭിനയിച്ച് 42 വർഷം വലിയ കുഴപ്പമില്ലാതെ മടുപ്പുണ്ടാകാതെ നിന്നില്ലേ. അതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും എടുത്ത് പുറത്തൊന്നും കൊണ്ടിരുന്നല്ലോ, എന്നിൽ കൂടെ തന്നെയല്ലേ സൃഷ്ടിക്കപ്പെടേണ്ടത്. അപ്പം അതൊരു വലിയ ഭാഗ്യമാണ്. കുട്ടേട്ടൻ അങ്ങനെ ഈ റൊമാൻറ്റിക് കഥാപാത്രങ്ങൾ വളരെ കുറവായിരുന്നു. എനിക്ക് തന്നെ പറ്റാത്ത കാര്യമാണ് ഈ പറഞ്ഞ എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പണ്ട് ജഗതി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ എൻ്റെ പ്രേമം ഇങ്ങനെയൊന്നും അല്ല. നമ്മൾ അല്ല ഈ സാധാരണ പണ്ട് പോലെ കാണുമ്പോഴേ ഈ മരം ചുറ്റി പ്രണയമൊക്കെ ഉണ്ടല്ലോ, പൂവെറിയ അങ്ങനത്തെ ചില ശൃംഗാരങ്ങൾ, എനിക്കതൊക്കെ ഒരു അങ്ങനെയല്ല പ്രണയം എൻ്റെ. അപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു ചില കാര്യങ്ങൾ പറ്റില്ല, എനിക്കത് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത പറ്റാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ഡാൻസ്, അയ്യോ അതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പം ഈ തിരിച്ചറിവുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അതാണ് എന്നെ നിലനിർത്തുന്നത്. തിരിച്ചറിവാണ്, പറ്റില്ല എന്ന് വിചാരിച്ചു. എന്താണ് മനസ്സിലെ ഒരു സ്വപ്ന കഥാപാത്രം? അങ്ങനെ പ്രത്യേക സ്വപ്ന കഥാപാത്രങ്ങളൊന്നുമില്ല. എന്നിൽ നിന്ന്, വിജയരാഘവൻ എന്ന വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഏതൊരു കഥാപാത്രവും എനിക്ക് പറ്റുന്ന, ഈ മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് പറ്റുന്ന അങ്ങനത്തെ കഥാപാത്രം ചെയ്യാൻ എനിക്കിഷ്ടം. അങ്ങയുടെ പിതാവ് വളരെ തൻ്റെ ഇടത്തോടു കൂടി, ധൈര്യത്തോടു കൂടി, തലയെടുപ്പോടു കൂടി മലയാള നാടക മേഖലയിൽ വേറിട്ട ഒരു വ്യക്തിയായി ഒരൊറ്റയാൻ പോരാട്ടം നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഭാഷണങ്ങൾ കഥാപാത്രങ്ങളിലൂടെ ചാട്ടുളി പോലെ വ്യവസ്ഥിതിക്കെതിരായി ഭരണകൂടത്തിൻ്റെ നെഞ്ചിലേക്കൊക്കെ തളച്ചു കയറിയിട്ടുണ്ട്. അന്ന് അതിനുള്ള സ്വാതന്ത്ര്യം കലാകാരന്മാർക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭാഷണം, അച്ഛന് അരപ്പട്ട കെട്ടിയതും എൻ്റെ അരക്കെട്ട് അഴിച്ചതും സമൂഹമാണച്ചോ എന്ന് ചോദിക്കുന്ന ഒരു സംഭാഷണം. അതുപോലെ മറ്റൊരു നാടകത്തിൽ സെക്രട്ടേറിയറ്റിലിരിക്കുന്നതും സെൻട്രൽ ജയിലിലിരിക്കുന്നതും ഒരേപോലെയുള്ള ആളുകളാണ്. ഒരിടത്തുള്ള ആളുകളെ പൂട്ടിയിട്ടിരിക്കുന്നു, ഒരിടത്തുള്ള ആളുകളെ തുറന്നു വിട്ടിരിക്കുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം അത്രമാത്രമേ ഉള്ളൂ. അങ്ങനെ തുടങ്ങി ഒരുപാട് കാമ്പും കഴമ്പുമുള്ള ആശയങ്ങൾ നാടകം കണ്ടു കഴിഞ്ഞ് ദിവസങ്ങളോളം മനസ്സിൽ തങ്ങി നിൽക്കുന്ന തരത്തിൽ അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വല്ലാതെ വിലങ്ങ് വച്ചിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് അങ്ങയുടെ ഒരു അഭിപ്രായവും. മറ്റൊന്ന്, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, മലയാള നാടക പ്രസ്ഥാനത്തിലൂടെ നാടകത്തെ ഒരു ചവിട്ടുപടിയാക്കി സിനിമയിൽ കയറി പേരും പ്രശസ്തിയും ഒക്കെ എടുത്ത് ഉള്ള പല ആളുകളും ഈ നാടക മേഖലയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതൊരു സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. അങ്ങ് ഇപ്പോൾ കേരളത്തിലെ നാടക പ്രസ്ഥാനത്തെ സജീവമാക്കുവാൻ അങ്ങ് എന്ത് ഇടപെടലാണ് നടത്തുന്നത്? അങ്ങയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം മലയാള നാടക മേഖലയ്ക്ക് ഉണ്ടാകുമോ, പ്രതീക്ഷിക്കാമോ? അച്ഛൻ നാടകം അവസാനിപ്പിച്ചത് 89-ലാണ് അച്ഛനെ പിന്മേല. അപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ ചിറ്റ ഒരു 1-2 വർഷം കൊണ്ടു നടന്നു. പക്ഷെ ചിറ്റയ്ക്കും പറ്റാതാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മിനിമം ഒരു 10 ക്യാരക്ടേഴ്സെങ്കിലും അച്ഛൻ്റെ ഓരോ നാടകങ്ങളുണ്ടാകും. അച്ഛൻ്റെ നാടകങ്ങൾ പിന്നെ അതിനകത്ത് ഈ 4 പേര് കഥാപാത്രങ്ങൾ പെണ്ണുങ്ങളായിരിക്കും. അപ്പം പിന്നെ കഥാപാത്രങ്ങളെല്ലാം അച്ഛൻ കളിച്ച നാടകങ്ങളാണ്. അതിന് കോട്ടയം വത്സലൻ, M.R. മണി, മെലഡി ജോസഫ്, വൈക്കം സുകുമാരൻ നായർ, ഇങ്ങനെ പ്രഗത്ഭരായ നടീനടന്മാരെ അഭിനയിച്ചിരുന്നു. ഇവരൊക്കെ 10, 12, 13 വർഷം ഞങ്ങളുടെ സമിതിയിൽ മാത്രം ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അച്ഛൻ അവരെയൊക്കെ ട്രെയിൻ ചെയ്ത് ഒരു പ്രത്യേക ഈ പറഞ്ഞ പോലെ ഒരു എന്തിനും പോകുന്ന കഴിവുള്ള കലാകാരന്മാരാക്കിയിരുന്നു. അതുകൂടാതെ തന്നെ അന്നത്തെ കാലത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന KPSC തോപ്പിൽ വാസുചേട്ടൻ, പിന്നെ SL സദാനന്ദ സാറ്, പിന്നെ ചാച്ചപ്പൻ ചേട്ടൻ, ഗീതാ ക്ലബ്ബ് ചാച്ചപ്പൻ, പിന്നെ PJ ആൻ്റണി ചേട്ടൻ, കൊല്ലത്ത് ഓമാദോൻ ചേട്ടൻ, പിന്നെ KT മുഹമ്മദ്, അങ്ങനെ അനവധി നാടകകൃത്തുക്കളും നാടകം മാത്രം അവരുടെ പ്രൊഫഷനാക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം നാടകത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്ത വലിയ കലാകാരന്മാരും നാടകകൃത്തുക്കളായിരുന്നു. അവരുടെയൊക്കെ നാടക സമിതികൾ ഓരോ യൂണിവേഴ്സിറ്റികളായിരുന്നു. അവിടെ പഠിച്ച് വളർന്ന അല്ലെങ്കിൽ അവിടെ അഭിനയിച്ച് പരിചയപ്പെട്ട ആൾക്കാരാണ് ഈ പറഞ്ഞ നെടുമുടി വേണുവും തിലകൻ ചേട്ടനും ഗോപിച്ചേട്ടനും അങ്ങനെയുള്ള
നമ്മളീ പറയുന്ന അന്നത്തെ മാൾ അരവിന്ദൻ, പപ്പുവേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അങ്ങനെയുള്ള നടീനന്മാരെല്ലാവരും നാടകരംഗത്ത് വന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് നടീനടന്മാരുണ്ടായിരുന്നു. ഇന്ന് ഇവർ വളരെ സോറി എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റും, അത്രയും നാടകത്തിനോട് അർപ്പണ മനോഭാവമുള്ള എത്ര നടീനന്മാർ ഇന്ന് നാടകരംഗത്തുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ ഒരു നാടകത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ 1 വർഷം മിനിമം അവർ ഒരു സമിതിയിൽ നിൽക്കണം. ഈ സമിതിയിൽ 10 ദിവസം കഴിഞ്ഞ് പോയാൽ എന്ത് ചെയ്യും? നാടകം ബുക്ക് ചെയ്തിട്ട് അവരുടെ പാട്ടിന് പോയാൽ എന്ത് ചെയ്യും? ഇത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അച്ഛൻ 95 മരിക്കുന്നത്. 94 ഞാൻ നാടക ട്രൂപ്പ് വീണ്ടും തുടങ്ങി. കണക്ക് ചെമ്പകരാമൻ എന്ന് പറഞ്ഞ നാടകമാണ് ആദ്യം അവതരിപ്പിച്ചത്. 95 കാവാലിയ, ക്രോസ് ബെൽറ്റ്, പ്രേതലോകം എന്ന് വേണ്ട അച്ഛൻ്റെ എല്ലാ നാടകങ്ങളും ഒന്നും കൂടെ ഞാൻ ഡയറക്റ്റ് ചെയ്യും. അന്ന് സിനിമയുടെ തിരക്കുണ്ട് എങ്കിലും ഞാൻ 1 മാസം അതിനു വേണ്ടി മാറ്റിവെച്ച് റിഹേഴ്സൽ ചെയ്തിട്ട് എല്ലാവരെയും അച്ഛൻ എത്രയും ഭംഗിയായിട്ട് അവതരിപ്പിച്ചു അതിൻ്റെ ഒരു അടുത്തങ്ങ് എത്തുന്ന പറ്റിയിട്ടില്ലെങ്കിൽ പോലും മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പല നാടകങ്ങളും വീണ്ടും ആൾക്കാർക്ക്, ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന്, കാബാലിക നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചല്ലേ പിന്നീടും. അച്ഛനെ പട്ടം കെട്ടിച്ചത്, എൻ്റെ അരക്കട്ടയച്ചത് ഒരേ സമൂഹമാണെന്ന് അന്നും പറയാം ഇന്നും പറയാതെ, പറയേണ്ട രീതി പറയാത്തതുകൊണ്ടാണ്. ഈ നമ്മുടെ ഫ്രിക്ഷൻ ഉണ്ടാകും നമ്മുടെ ടോൺ കൊണ്ടാണ്, പറയുന്ന ശബ്ദത്തിൻ്റെ കൊണ്ടാണ്. പിന്നെ ഈ വിമർശിക്കാം, ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കാം, പക്ഷേ കുരിശിൽ തുപ്പരുത്. നമുക്കൊന്നിനെ വിമർശിക്കാമെന്ന് വെച്ചിട്ട് ഓരോരുത്തർ വിശ്വാസമല്ലേ, ആ വിശ്വാസം. പിന്നെ ഇത് വിശ്വാസിയുടെ മനസ്സിൽ അവരറിയാതെ വേണം അവരിലേക്ക് എത്തിക്കാൻ. അതിനാണ് ആക്ഷേപഹാസ്യം, സറ്റയർ എന്നൊരു സങ്കേതമാണ് അച്ഛൻ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ പറയുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ എത്ര പേര് എന്തെല്ലാം പറഞ്ഞു, മഹാരാജാവിനെ കളിയാക്കിയിട്ടില്ലേ, എല്ലാം തോന്നുമായിരുന്നോ? അപ്പം അങ്ങനെ പറയുന്ന നാടകങ്ങളുണ്ടാവണം. അതിന് പറ്റുന്ന നാടകങ്ങളുണ്ടായാൽ പോരാ, നാടകവും അവതരിപ്പിക്കുമ്പോൾ നടൻ്റേതാകും. നാടകൃത്തോ സംവിധായകനോ ഒന്നും പ്രേക്ഷകൻ കാണില്ല. പ്രേക്ഷകൻ കാണുന്നത് നടീനടന്മാരെ മാത്രമാണ്. നടീനടന്മാരെ അല്ല, കഥാപാത്രങ്ങളെയാണ്. അപ്പം കഥാപാത്രങ്ങളിൽ കൂടി ഈ ഒരവസ്ഥ സൃഷ്ടിക്കാൻ പറ്റുന്ന നാടകങ്ങളുണ്ടാവണം. അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റുന്ന നടന്മാരുണ്ടാകണം, നടിമാരുണ്ടാവണം. ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയുണ്ട് നമുക്കിന്ന്. പിന്നെ നാടകം കാണാൻ ഈ പ്രേക്ഷകർ കൂടി വന്നാൽ 10 1000 അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ ആൾക്കാർക്ക് നാടകം ആസ്വദിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ 1500 പേര്. നമ്മുടെ അമ്പലപ്പറമ്പിൽ അതുപോലുള്ള പൊതുപരിപാടികളിലൊക്കെ എത്ര പേരാണ് നിൽക്കുന്നത്. അങ്ങ് അറ്റത്ത് നിൽക്കുന്ന ആൾ ഇവിടെ നിൽക്കുന്ന നടനെ ഒരു പെൻസിൽ പോലെ കാണാൻ പറ്റൂ. പിന്നെ ശബ്ദ കോലാഹലങ്ങളും ലൈറ്റും സൗണ്ടും ഒക്കെ കൊണ്ട് അങ്ങനത്തെ ആൾക്കാരെ ഒരു ഗിമ്മിക്ക് കാണിച്ച് നിർത്തുക. ആ ടെക്നിക്ക് വന്ന് ഈ നടന്മാരുടെയൊക്കെ ശബ്ദമൊക്കെ ഈ പറഞ്ഞ പോലെ അനാവശ്യമായി ഓവറായിട്ടുള്ള അഭിനയങ്ങളും ഒക്കെ കാഴ്ചവെക്കേണ്ട ഒരു അവസ്ഥ വരിക അവർക്ക്. എന്നുവെച്ചാൽ എത്തണ്ടേ പ്രേക്ഷകരിലേക്ക്. ഇതിനിടയ്ക്കോ നാടകം നടക്കും, അവിടെ ഉത്സവപ്പറമ്പിൽ ആന എഴുന്നള്ളിപ്പുണ്ട്, അമ്പാരി വരുന്നുണ്ട്, ചെണ്ടകൊട്ടുണ്ട്, താലപ്പൊലിയുണ്ട്, വെടിക്കെട്ടുണ്ട്. അതിനിടയ്ക്കാണ് തെക്കും ഭാഗക്കാരുടെ തേര് വരുന്നത്. ഇത് നിർത്താൻ പറ്റില്ല. നാടകം കളിച്ചോ, അത് കുഴപ്പമൊന്നുമില്ല, അത് വന്നോട്ടെ, അതൊക്കെ അത് നിർത്തിയിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഈ അവസ്ഥയിൽ പിന്നെ അങ്ങ് നാടകം കളിക്കും. അപ്പോൾ ഉത്സവം കാണുന്ന പലതിൻ്റെയും കൂടെ നാടകം കാണാവുന്നൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പം നാടകമാകുകയല്ല, അത് മറ്റു പലതും ആകും. നാടകം കാണാൻ ഈ പറഞ്ഞില്ലേ പ്രേക്ഷകൻ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നിൽക്കാനൊരു തറ, പിന്നിലൊരു മറ. എന്തിന്? ഡിസ്റ്റോർട്ട് ചെയ്ത് പോകാതിരിക്കാൻ. എൻ്റെ ഉള്ളിലൊരു നാടകം, ഒരാശയം, എൻ്റെ മുന്നിൽ നിങ്ങളില്ലാതെ നാടകമില്ല. നിങ്ങളെന്ന് പറഞ്ഞൊരു വലിയൊരു ജനക്കൂട്ടമായാൽ ആസ്വദിക്കാൻ പറ്റുന്നൊരു ഒരു പരിധിയില്ലേ അവരിലേക്ക് എത്തണ്ടേത്. ആ ത്രോ നമ്മൾ സ്റ്റേജിൽ നിന്ന് കൊടുക്കുന്ന ത്രോ എത്തണ്ടേ. അതിനപ്പുറം പ്രേക്ഷകനാണ് എന്ത് ചെയ്യും. അപ്പം അങ്ങനെയുള്ള പ്രേക്ഷക സമൂഹത്തിൽ നാടകങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി ഇപ്പോൾ ഉള്ള പ്രേക്ഷക സമൂഹമായിരിക്കണം. പിന്നെ ഈ നടീനടന്മാരുടെ കാര്യം വളരെ സത്യസന്ധമായ കാര്യമാണ്. ഞാൻ അനുഭവിച്ചതാണ്. 10-15 വർഷത്തോളം ട്രൂപ്പ് കൊണ്ട് നടന്നു അച്ഛൻ മരിച്ച ശേഷം. ഒരു രക്ഷയില്ല. അങ്ങനെ നിന്ന് പോയതാണ്, നിർത്തിയതല്ല. അതാണല്ലോ. പിന്നെ ഇപ്പോഴത്തെ പഴയ കാലം പോലല്ല. ഇപ്പോൾ ഒരു നടനോ നടിയോ അവർ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, അവരുടെ ആദ്യ ആഗ്രഹം സിനിമയാണ്. സിനിമയിലേക്ക് എങ്ങനെ കയറാം എന്നുള്ള, അത് കയറുന്നതിനുള്ള മാർഗം ഇപ്പം ഇതുണ്ട്. നമ്മുടെ ടി വി വന്നു, ടി വിയിലുണ്ട്. പിന്നെ ഇപ്പോൾ റീല് മറ്റേത് മറിച്ച് ഇങ്ങനെ എന്തെല്ലാം സൗകര്യങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതാണ് അവരുടെ ചവിട്ടുപടി. നാടകം അത്ര. പിന്നെ നാടകം വളരെ വില കുറഞ്ഞ സാധനമായിട്ടാണ് കാണുന്നത്. പിന്നെ അങ്ങനെയുള്ള നാടകങ്ങൾ ഉണ്ടാകുന്നില്ല. തൊബിൽ പാസിയും KT മുഹമ്മദും SL സദാനന്ദനും N പിള്ളയും PG ആൻ്റണിയെ പോലുള്ള നാടകകൃത്തുക്കൾ ഇന്നില്ല എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. ഉണ്ടാവാം, 1-2 പേരൊക്കെ ഉണ്ടാവാം.
അത്ര ശക്തമായ നാടകങ്ങൾ തൻ്റെ അടുത്തോടു കൂടി പറയാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഈശ്വരത്തിൽ നിന്ന് നാടകം എനിക്ക് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആൾക്കാർ സന്നദ്ധമാണെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നാടക സമിതിയോ അല്ലെങ്കിൽ അത്ര അർപ്പണ മനോഭാവത്തുള്ള നടീനടന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും നാടകം കളിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയരുത്. അതറിയാതെ ആയിരിക്കാം നമ്മൾ ചെയ്യുന്നത്. പ്രൊപ്പഗൻഡ എന്ന് ദ ബെസ്റ്റ് പ്രൊപ്പഗൻഡ ഈസ് ദ ലീസ്റ്റ് പ്രൊപ്പഗൻഡ എന്ന്. അതാ നമ്മൾ അത് വിളിച്ച് പറയണം. അത് വേറെയല്ല, അത് മൈതാന പ്രസംഗമാകും, അത് കലയാകുകയല്ല. നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ നാടകം എത്രമാത്രമാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരു സമൂഹത്തെ മാറ്റിമറിക്കാൻ പറ്റിയതുകൊണ്ടാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും KPSയുടെ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന നാടകമാണ്. ഞാനത് കുട്ടിക്കാലത്ത് കണ്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ മറ്റേ അവസാനം ഇങ്ങനെ കൊടി പിടിച്ചിട്ട് ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കാൻ ജനങ്ങളെല്ലാം എഴുന്നേറ്റ് സിന്ദാബാദ് വിളിക്കുമായിരുന്നു. ആ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പ്രാപ്തമായ നാടകങ്ങളായിരുന്നു. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയും അതിനൊരു ഘടകമാണ്, ഇന്നത്തെ വ്യവസ്ഥിതി അല്ലെന്ന്. ആ അന്തരം വളരെ 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 കൂടുതലാണ് ഇപ്പോൾ. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കുട്ടേട്ട, നമസ്കാരം. അങ്ങയുടെ 1-2 സിനിമയിലെ കഥാപാത്രത്തെക്കുറിച്ചാണ്. ഇപ്പം ഇൻസ്പെക്ടർ ഗരുഡിലെ ആ വില്ലനായ ഒരു തമിഴ് ചെട്ടിയാർ, പേര് ഞാൻ വിട്ടുപോയി, അതിൻ്റെ കഥാപാത്രത്തെ കൈ കോടിയ ഒരു കഥാപാത്രമാണ്. പൊറിഞ്ചു മറിയം ജോസിലെ ഐപ്പ് ഒരു വ്യത്യസ്തമായ കഥാപാത്രമാണ്. ആ കഥാപാത്രങ്ങളെയൊക്കെ പൂർണ്ണതയിലെത്തിക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ ആ കഥാപാത്രത്തിൻ്റെ ഫിസിക്കൽ ഒരു ക്യാരക്ടർ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അത് അറിഞ്ഞുകൊണ്ട് ഒബ്സർവ് ചെയ്ത് അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് ചെയ്യുന്നതാണോ അതോ സംവിധായകൻ്റെ ആവശ്യപ്രകാരം അങ്ങനെ ചെയ്യുന്നതാണോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ ചെയ്യുന്ന എല്ലാ കഥാപാത്രവും എൻ്റെ മാത്രമാണ്. സംവിധായകൻ, കഥാകൃത്ത് കഥയിൽ എഴുതി കഴിയുമ്പം ഇങ്ങനെ ഈ പ്രത്യേകിച്ച് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, എല്ലാ കഥാപാത്രവും അല്ല ഞാൻ പറഞ്ഞത്, ഈ വ്യത്യസ്തമായ കഥാപാത്രം എന്നോട് ചെയ്യാൻ ഞാൻ വായിച്ചു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ വിഷ്വൽ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ അത് അങ്ങനൊരു ഡിസബിലിറ്റി വേണമെന്നില്ല ആ കൊച്ചിരാജ മറ്റേ കഥാപാത്രത്തിന്. പക്ഷെ ഞാൻ അങ്ങനെ ഡിസബിലിറ്റി വെച്ച് ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു സൈഡ്, പണ്ട് അദ്ദേഹത്തിന് ഒരു പാരാലിസിസ് വന്നിട്ട് തളർന്നു പോയിട്ട് അതിൽ പിന്നെ ഭേദമായിട്ട് ഇപ്പോഴും അതിൻ്റെ ഒരു ചെറിയ ലാഞ്ചന പുള്ളിയുടെ നടപ്പിലും ഭാവത്തിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു വ്യത്യാസം ഉണ്ടാകുമല്ലോ. അങ്ങനെ ഞാൻ ചെയ്തതേ ഉള്ളൂ. അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഞാൻ എന്നിൽ സൃഷ്ടിക്കുന്ന ആദ്യമായിട്ട് ഞാൻ കൺവിൻസ് ചെയ്യണത് എന്താണെന്നുള്ളത്, എങ്കിലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളെന്നോട് പറയാം അല്ല അതങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് സംവിധാനം പറയാൻ പറ്റില്ല, പറഞ്ഞാൽ നടക്കില്ല. ആ കഥാപാത്രം ഞാനാണ് ആദ്യം കൺസീവ് ചെയ്യേണ്ടത്. അത് എന്നിൽ സംഭവിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ ബാക്കി പുറത്തുനിന്നൊക്കെ പറയാം അയാൾക്ക് ഇത്ര വയസ്സുണ്ട്, അയാൾ ഇന്ന സിറ്റുവേഷനിലാണ്, ഒന്നില്ല അയാൾ ഭാര്യയെ ഉപേക്ഷിച്ചാണ്, അല്ലെ ഭാര്യയെ കൊന്നയാളാണ്, അയാൾക്ക് ഇത്ര മക്കളുണ്ട്, അയാൾ ഇവിടെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ എന്നെ ബോധ്യപ്പെടുത്താൻ പറ്റും. പക്ഷെ ആ ബോധ്യപ്പെടുത്തലുകൾ ഞാൻ എന്നെ ബോധ്യപ്പെടുത്തണം. വിജയരാഘവൻ എന്ന് പറഞ്ഞ ആളിനെ ബോധ്യപ്പെടുത്തണം ഞാൻ, ആ കഥാപാത്രം. എന്നിട്ട് ഞാൻ തന്നെ ചെയ്യുന്ന ഓരോ നിമിഷവും, എവറി മോമെൻറ്റ്, എവറി സെക്കൻഡ് എൻ്റെ നിയന്ത്രണത്തിലാണ്. ആ ചരട് എൻ്റെ കയ്യിലാണ്. ഞാൻ തീരുമാനിക്കും അത് എത്ര നടക്കണം, അങ്ങോട്ട് നടന്ന് തിരിയണോ, കണ്ണ് നിറയണോ, കണ്ണ് എന്തുമാത്രം നിറയണം, നിറഞ്ഞൊഴുകണോ അതോ നിറഞ്ഞു നിന്നാൽ മതിയോ, ഇതൊക്കെ തീരുമാനിക്കുന്ന ഞാനാണ്, എൻ്റെ മാത്രമാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കൂടിയാണ്. മലയാള നാടകവേദിയിലെ NN പിള്ള സാറിൻ്റെ നാടകങ്ങൾ കേരളത്തിലെ എനിക്ക് തോന്നുന്നു ലോക നിലവാരമുള്ള നാടകം എഴുതിയിട്ടുള്ള ഒരാളാണ് NN പിള്ള സാർ. മലയാളത്തിൽ ഒരു നാടകൃത്തിനും ഇല്ലാത്ത ഒരു അക്കാഡമിക്കൽ ജ്ഞാനം അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുണ്ട്. പ്രേതലോകം പോലുള്ള നാടകങ്ങൾ നമ്മൾ കാണുന്നത് തന്നെ ഒരു സ്ട്രീറ്റിൽ തെരുവിൽ കിടക്കുന്ന നിരാലംബരായ മനുഷ്യരിൽ നിന്നാണ്, ഒരു മുറിവീടി തപ്പി വലിക്കുന്ന മനുഷ്യരിൽ നിന്നാണ്. അത്ര സൂക്ഷ്മമായി അതിസൂക്ഷ്മമായി സമൂഹത്തെ വരച്ചെടുത്ത അതിഗംഭീരമായ നാടകങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മഹാനായ നാടകക്കാരനാണ് NN പിള്ള സാർ. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തന്നെ അക്കാഡമിക്കൽ തലമുള്ള ഒരുപാട് ബുക്സുകൾ ഞാൻ ഉൾപ്പെടെയുള്ള പലരും റെഫർ ചെയ്തിട്ടുള്ള, ഇവിടുത്തെ മലയാളത്തിലെ എല്ലാ നാടക വിദ്യാർത്ഥികളും നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന നാടക ദർപ്പണം, എൻ്റെ തലയണയുടെ അടുത്ത് ഇപ്പോഴും ആ നാടക പുസ്തകം ഇരിപ്പുണ്ട്. അതുകൂടാതെ പോൾ മുനിയെ പോലെ വിഖ്യാതരായ നാടക സിനിമാ നടന്മാരെ പറ്റി അദ്ദേഹം ഒരു 6-7 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളെങ്കിൽ പോലും ലോകത്തിലെ ഏറ്റവും വലിയ നടൻ എന്ന നിലയിൽ അദ്ദേഹം എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നു മലയാള സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് NN പിള്ള സാറാണ്. തോപ്പിൽ ഫാസിയുടെ നാടകങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ടായതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനപ്പുറത്ത് ഒരുപാട് നിലവാരമുള്ളൊരു നാടകം എന്ന് പറയുന്നത്
നമ്മുടെ കുഷ്ഠരോഗ ആശുപത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ അശ്വമേധമാണ്. അതുപോലെ NN പിള്ള സാറ് ചരിത്രത്തിൻ്റെ വഴികളിൽ ഇന്ന് എൻ്റെ ചോദ്യം ഇതാണ്, എനിക്ക് ആക്ഷേപമുള്ളൊരു കാര്യം കൂടിയാണ്. ആ നിലയ്ക്ക്, അതായത് NN പിള്ള സാറ് ലോക നിലവാരമുള്ള നാടകം എഴുതിയ ആ NN പിള്ള സാറിനെ മലയാളം ആ രീതിയിൽ ഏറ്റെടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു 50 വർഷം കഴിയുമ്പോൾ അദ്ദേഹം ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. ഇല്ല, അച്ഛൻ്റെ നാടകങ്ങൾ, ഈ നാടകം എന്ന് പറയുന്ന നടിക്കപ്പെടേണ്ടതാണല്ലോ, പഠിക്കപ്പെടേണ്ടതല്ല. നാടകങ്ങൾ നടിക്കപ്പെടേണ്ടതാണ്. നടിക്കുമ്പോഴേ നാടകം പരിപൂർണമാകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് വരെ NN പിള്ളയുടെ നാടകങ്ങൾ ഇവിടെ കളിച്ചിരുന്നു. അച്ഛൻ മരിക്കുന്നവരെ അച്ഛൻ ഉണ്ടായിരുന്നു, പിന്നീട് ഞാൻ അവതരിപ്പിച്ചിരുന്നു. അങ്ങനെ കഴിഞ്ഞ 10 വർഷം മുമ്പ് വരെ അവതരിപ്പിച്ചിരുന്നു. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞില്ല, അവതരിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിന് പറ്റാൻ ടൂൾ നടീനടന്മാർ വേണം. ഇപ്പം നമ്മൾ പറയുന്ന പോലെ എത്രയും വർഷം നമ്മോടൊപ്പം നിൽക്കുന്നവരായിരിക്കണം. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. അതാണിപ്പം നാടക സമിതികൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ അവതരിപ്പിക്കുന്ന സ്റ്റേജുകൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആയിരക്കണക്കിന് ആൾക്കാർ ഇരിക്കുന്നൊരു വലിയ വേദിയിൽ കളിക്കാൻ പറ്റുന്ന, അല്ല അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കലാരൂപം അല്ല നാടകം. നാടകത്തിന് ഒരു പരിമിതിയുണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ ആ പരിമിതിയുള്ള പ്രേക്ഷക സമൂഹമേ പാടുള്ളൂ.